HSA മലയാളം പഠനം അല്പം സീരിയസ് ആയി പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് രസകരമായിട്ട് ഇതിലെ ചോദ്യങ്ങളെയും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയും ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കാം. എങ്ങനെ? കുട്ടിക്കാലത്ത് നമ്മൾ പരിചയിച്ചിട്ടുള്ള പദപ്രശ്നത്തിലൂടെ. നമുക്കറിയാം, ഒരു പദപ്രശ്നം എന്ന് പറയുമ്പോൾ 10-20 കളങ്ങൾ കാണും. ആ കളങ്ങൾ വലതുവശത്തേക്കും അതുപോലെ താഴത്തേക്കും നമ്മൾ എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി തന്നിട്ടുണ്ടാകും. അത് വെച്ചുകൊണ്ട് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ ചോദ്യം മാത്രം ഞാൻ പറഞ്ഞു പോകും. അതുപോലെ തന്നെ പദപ്രശ്നം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നറിയാത്തവർക്കായിട്ട് അതും കൂടി ഞാൻ സൂചിപ്പിക്കും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയതിന് ശേഷം അടുത്ത ക്ലാസ് കാണുക. അടുത്ത ക്ലാസ്സിലായിരിക്കും ഇതിന്റെ ഉത്തരമുണ്ടാകുക. അപ്പോൾ പദപ്രശ്നത്തിലെ ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടാം. ഇതാണ് നമുക്ക് എഴുതി തയ്യാറാക്കേണ്ട പദപ്രശ്നം. ഇങ്ങനെയാണ്. അപ്പോൾ ഇതില് 1, 2, 3 അങ്ങനെ 14 വരെ നമ്പർ ഇട്ടിരിക്കുന്നതിൽ വലതുവശത്തേക്കാണ് പൂരിപ്പിക്കേണ്ടത് എന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ. അതുപോലെ ABCDEFG വരെയുണ്ട്. അത് താഴത്തേക്കുമാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് കാണാം. ചോദ്യം കണ്ടാലേ ഇത് വ്യക്തമാകുകയുള്ളൂ. ഇപ്പോ വലതുവശത്തേക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പെൺവിനിമയങ്ങൾ എന്ന കൃതി രചിച്ചത് ആര് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോ ഇവിടെ 5 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? 5 അക്ഷരമാണുള്ളത് എന്നർത്ഥത്തിലാണ് അവിടെ 5 എന്ന് എഴുതിയിരിക്കുന്നത്. പെൺവിനിമയങ്ങൾ എന്ന കൃതി രചിച്ചത് ആര് എന്നതിന്റെ ഉത്തരം എവിടെ എഴുതി പൂരിപ്പിക്കണം? 3, 4, 5 5 അക്ഷരമുള്ള ഒരു വ്യക്തിയാണ് പെൺവിനിമയങ്ങൾ എന്ന കൃതി എഴുതിയത്. അതാരാണ് എന്നിവിടെ എഴുതി പൂരിപ്പിക്കേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഭാഷയ്ക്ക് ലഭിക്കുന്ന അധിക മാനത്തെ PP രാമചന്ദ്രൻ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതും ഈ പറഞ്ഞതുപോലെ വലതുവശത്തേക്ക് എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എവിടെയാണ്? ഇവിടെയാണ് എഴുതേണ്ടത്. 4 അക്ഷരമാണുള്ളത്. ഇവിടെ എഴുതി പൂരിപ്പിക്കുക. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം SK പൊറ്റേക്കാട്ട് കഥാപാത്രമാകുന്ന M മുകുന്ദന്റെ മലയാള നോവൽ. അപ്പോൾ M മുകുന്ദൻ എഴുതിയ ഒരു നോവലിൽ SK പൊറ്റേക്കാട്ടാണ് കഥാപാത്രമാകുന്നത്. ആ നോവലിന്റെ പേരെന്ത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. എങ്ങനെ എഴുതി പൂരിപ്പിക്കാം? എവിടെയാ എഴുതേണ്ടത്? നമുക്കറിയാം 3 അക്ഷരമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടം വരെ ഉണ്ടാകും കേട്ടോ. ഇവിടം വരെ ഉണ്ടാകും. പിന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു? കുറെ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡം അളിഞ്ഞു നാറുന്നു എന്നാരംഭിക്കുന്ന കവിത ഏത് എന്നതാണ് അടുത്ത ചോദ്യം. വളരെ പ്രസിദ്ധമായ കവിതയാണ്. ഈ കവിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആദ്യം സൂചിപ്പിക്കുന്നത് ഈ കവിതയെക്കുറിച്ചാണ്. 4 അക്ഷരമുള്ള ആ കവിത എഴുതി പൂരിപ്പിക്കേണ്ടത് എവിടെയാണ്? ഇവിടെയാണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അവസാനിക്കുന്നത് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആദ്യത്തെ അക്ഷരമാണ്. 4 അക്ഷരമാണുള്ളത്. ഇവിടെ എഴുതി പൂരിപ്പിക്കുക. പിന്നെ അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? 51 അക്ഷരാളി എന്ന് പരാമർശമുള്ള മഴമംഗലത്തിന്റെ കൃതി ഏതാണ്? ഡിഗ്രി ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷേ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 7 അക്ഷരമുണ്ട് ആ കൃതിയുടെ പേരിന്. അതെവിടെയാ എഴുതി പൂരിപ്പിക്കേണ്ടത്? നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7 ഇവിടെ എഴുതി പൂരിപ്പിക്കുക. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യം: മിഷണറി മലയാള ഗദ്യ മാതൃകകൾ ഒരു കൃതിയുടെ പേരാണ്. ഈ കൃതി രചിച്ചതാര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 9 അക്ഷരങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിനുള്ളത്. അത് എവിടെയാ എഴുതേണ്ടത്? നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പേര് എഴുതി പൂർത്തിയാക്കേണ്ടത്. കിട്ടിയല്ലോ. പിന്നെ അടുത്ത ചോദ്യം നോക്കാം. കുട്ടിക്കൃഷ്ണമാരാരുടെ മലയാള ശൈലി എന്ന വിഖ്യാത കൃതിക്ക് അവതാരിക എഴുതിയതാര് എന്നതാണ് 7ാമത്തെ ചോദ്യം. അതെവിടെ എഴുതി പൂരിപ്പിക്കണം? ഇവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. 5 അക്ഷരമാണുള്ളത് അല്ലെ? 5 അക്ഷരമാണുള്ളത്. ഇവിടെ എഴുതി പൂരിപ്പിക്കുക. അതുപോലെ അടുത്തത് PP രവീന്ദ്രൻ രചിച്ച വർത്തമാനത്തിന്റെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ പരാമൃഷ്ടനായിരിക്കുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് 8ാമത്തെ ചോദ്യം. അത് വലതുവശത്തേക്ക് എഴുതി പൂരിപ്പിക്കണം. 5 അക്ഷരങ്ങളാണുള്ളത്. നോക്കാം എവിടെയാണ്? 8ാമത്തെ ചോദ്യമാണ്. എവിടെ വരും?
1, 2, 3, 4, 5 ഇവിടെ എഴുതി പൂരിപ്പിക്കേണ്ടതാണ്. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം ഇതാണ്. രോഗത്തിന്റെ പൂക്കൾ എന്ന നിരൂപണ കൃതി രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരത്തിന് 7 അക്ഷരമുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ പേര് മിക്കവാറും നമ്മൾ പറയാറുള്ളത് ഇനീഷ്യലും കൂടെ കൂട്ടിയിട്ടാണ്. അപ്പൊ ഇനീഷ്യൽ ഉപേക്ഷിച്ചേക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് MT വാസുദേവൻ നായർ എന്നാണെങ്കിൽ വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ മതിയാകും. അതുപോലെ ഇനീഷ്യൽ ഉപേക്ഷിച്ചിട്ടേ ബാക്കി 7 അക്ഷരം പരിഗണിക്കാവുള്ളൂ കേട്ടോ. അത് പരിഗണിക്കുക. എവിടെയാണ് അത് എഴുതേണ്ടത്? 9ാമത്തെ ചോദ്യമാണ് അല്ലെ. 9 ദാ ഇവിടെ 1, 2, 3, 4, 5, 6. അപ്പോ 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ അതിന് 6 കളങ്ങളാണുള്ളത് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിന് 6 കളങ്ങളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണേ. ഇവിടെ 7 എന്നാണ് എഴുതിയിരിക്കുന്നത്. 6 അക്ഷരമാണുള്ളത് കേട്ടോ. ശ്രദ്ധിക്കണം. അടുത്തത്, കൂടിയാട്ടത്തിൽ അതുവരെ പറഞ്ഞ കഥ ഓർമ്മപ്പെടുത്താൻ നമ്പ്യാർ മലയാള ഭാഷയിൽ കഥാവർണ്ണനം നിർവഹിക്കുന്നതിനെ വിളിക്കുന്നത് എന്ത്? 7 അക്ഷരമുള്ള അത് എന്താണ് എന്നുള്ളതാണ് 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം വലതുവശത്തേക്കാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. 7 അക്ഷരമാണുള്ളത്. ഇവിടെ അത് എഴുതി പൂരിപ്പിക്കേണ്ടതാണ്. 9ാമത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 6 അക്ഷരമാണ് കേട്ടോ ഉള്ളത്. 6 അക്ഷരമാണുള്ളത്. ഇനിഷ്യല് ഉപേക്ഷിക്കണം എന്ന കാര്യവും ഓർമ്മയിലിരിക്കട്ടെ. പിന്നെ 11ാമത്തെ ചോദ്യം എന്താണ്? 11ാമത്തെ ചോദ്യം, ഹരിത നിരൂപണം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയാണ് എഴുതേണ്ടത്. ഹരിത നിരൂപണം. ഇവിടെയാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഈ പറഞ്ഞതുപോലെ ഇനിഷ്യൽ ചേർത്താണ് പറയാറുള്ളത്. ഇനിഷ്യൽ ഉപേക്ഷിച്ചേക്കുക, പേര് മാത്രം ഇവിടെ ഉൾക്കൊള്ളിക്കുക. അടുത്തത് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം ഇതാണ്. വേദതർക്കം എന്ന കൃതി രചിച്ചതാര് എന്നുള്ളതാണ് 12ാമത്തെ ചോദ്യം. 7 അക്ഷരമാണുള്ളത്. എവിടെ എഴുതി പൂരിപ്പിക്കണം? ഇവിടെ എഴുതി പൂരിപ്പിക്കണം കേട്ടോ. 7 അക്ഷരമാണുള്ളത്. അവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 13ാമത്തെ ചോദ്യം എന്താണ് നോക്കാം. അതിരമ്പുഴ സെന്റ് മേരീസ് പ്രസിൽ നിന്നും വർത്തമാന പുസ്തകം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. 5 അക്ഷരമാണുള്ളത്. എവിടെ എഴുതി പൂരിപ്പിക്കണം? ഇവിടെ എഴുതി പൂരിപ്പിക്കണം കേട്ടോ. ഇവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടിയുണ്ട്. ശബ്ദധാരാവലിയെ കൈരളിയുടെ രത്നാഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അതാണ് വലതുവശത്തേക്ക് എഴുതി പൂരിപ്പിക്കേണ്ട അവസാനത്തെ ചോദ്യം. അദ്ദേഹത്തിന്റെ പേരിന് 3 അക്ഷരമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഇവിടെ എഴുതി പൂരിപ്പിക്കുന്നതോടുകൂടി വലതുവശത്തേക്ക് എഴുതി പൂരിപ്പിക്കേണ്ടത് പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് എഴുതേണ്ടത് താഴത്തേക്കാണ്. താഴത്തേക്ക് ABC അല്ലെ, അതുപോലെ DEF G, അങ്ങനെ 7 എണ്ണമാണുള്ളത്. അത് ഇങ്ങനെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത് കേട്ടോ. നേരത്തെ സംഖ്യ എഴുതിയിരിക്കുന്നതെല്ലാം വലതുവശത്തേക്കും, അതുപോലെ ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ താഴത്തേക്കുമാണ് എഴുതി പൂരിപ്പിക്കേണ്ടത് എന്ന കാര്യം മറക്കരുത് കേട്ടോ, തെറ്റിക്കരുതേ. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ചോദ്യം അല്ലെ. ചോദ്യം ഏതാണെന്ന് നോക്കാം. CJ തോമസ് രചിച്ച റേഡിയോ നാടകം ഏത് എന്നതാണ് താഴത്തേക്ക് എഴുതി പൂരിപ്പിക്കേണ്ടതിലെ 1ാമത്തെ ചോദ്യം. അതിന് 3 അക്ഷരമാണുള്ളത്. അത് എവിടെ വേണം എഴുതാൻ? നോക്കൂ, ഇവിടെയാണ് എഴുതേണ്ടത്. 3 അക്ഷരമേ ഉള്ളൂ. ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. വളരെ എളുപ്പമല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതുമാണ്. അതുപോലെ മറ്റൊന്ന് നോക്കിക്കേ. മധ്യലഘുവായ ഗണത്തെ പറയുന്ന പേരെന്ത്? വളരെ എളുപ്പമാണ്. ഗണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നടുക്കത്തെ അക്ഷരം ലഘു വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഗണം എന്ന് പറഞ്ഞാണ് വിളിക്കാറുള്ളത്. ആ ഗണത്തിന്റെ പേരെന്ത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി അല്ലെ. താഴത്തേക്ക് എഴുതി പൂരിപ്പിക്കേണ്ടതിലെ 2ാമത്തെ ചോദ്യം അതാണ്. 3 അക്ഷരമാണുള്ളത്. എവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്? നോക്കിക്കേ, ഇവിടെ തന്നെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. പിന്നെ ചോദ്യം സിയിലേക്ക് കടക്കുമ്പോ എന്താണ് ചോദ്യം സി നോക്കാം.
അപനിർമ്മാണവാദം എന്ന ചിഹ്നശാസ്ത്ര രീതിക്ക് രൂപം നൽകിയത് ആരാണ്? 3 അക്ഷരമേ ഉള്ളൂ. എവിടെയാണ്? നേരത്തെ എഴുതിയതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എഴുതേണ്ടത്. ദാ ഇവിടെയാണ് അല്ലെ, ഇവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. പിന്നെ ചോദ്യം ഡിയിലേക്ക് കടക്കാം. ചോദ്യം ഡി എന്താണ്? ചോദ്യം ഡി ഇതാണ്. വാക്കേ വാക്കേ കൂടെ വിടെ എന്ന് ആരംഭിക്കുന്ന കവിത രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഡി ആണ്. ഡി എവിടെയാ വരുന്നേ? ഇവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. ഇവിടെ എഴുതുന്നിടത്ത് അദ്ദേഹത്തിന്റെ പേരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിഷ്യൽ ഇവിടെ എഴുതി പൂരിപ്പിക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് എഴുതുമ്പോൾ ഇനിഷ്യൽ ഇവിടെ ആവശ്യമായിട്ട് വരും. അടുത്ത ചോദ്യം ഇതാണ്, 7ാമത്തെ ചോദ്യം. 7ാമത്തതല്ല, ചോദ്യം ഇ അല്ലെ. ഈ ചോദ്യം മലയാളത്തിലുണ്ടായ ആദ്യ വിജ്ഞാനകോശമായ സമസ്ത വിജ്ഞാന ഗ്രന്ഥവലി രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇയിൽ ചോദിച്ചിരിക്കുന്നത്. എവിടെ എഴുതി പൂരിപ്പിക്കണം? ദാ ഇവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് എഴുതി പൂരിപ്പിക്കേണ്ടത്. ചോദ്യം എഫ് എന്താണെന്ന് നോക്കാം. ചോദ്യം എഫ് ഇതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലിന്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം എഫിൽ ചോദിച്ചിരിക്കുന്നത്. 4 അക്ഷരങ്ങളാണുള്ളത്. എവിടെ എഴുതി പൂരിപ്പിക്കണം? ദാ ഇവിടെ എഴുതി അല്ലെ, 4 അക്ഷരം ഇവിടെ എഴുതി അത് പൂരിപ്പിക്കേണ്ടതാണ്. പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട് താഴത്തേക്ക് എഴുതി പൂരിപ്പിക്കാനായിട്ട്. അത് നോക്കാം. അവസാനത്തെ ചോദ്യം ഇതാണ്. ഉദയംപേരൂർ സുനഹദോസിന്റെ തീരുമാനങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയുടെ പേരെന്ത്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പദപ്രശ്നം പൂർണ്ണമാകും. ജി എവിടെ എഴുതി പൂരിപ്പിക്കേണ്ടത്? ഇതാ നോക്കുക, ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ജി എഴുതി പൂരിപ്പിക്കേണ്ടത്. അതോടുകൂടി എന്ത് തീരുന്നു? നമ്മുടെ പദപ്രശ്നം പൂർത്തിയാകുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിലല്ല, അടുത്ത സെഷനിലാണ് ഇതിന്റെ ഉത്തരം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സ്വയം ഉത്തരം കണ്ടതിന് ശേഷം മാത്രം അടുത്ത സെഷൻ കാണാൻ ശ്രദ്ധിക്കുക. എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ തരുന്നതിന് പകരം ഉത്തരത്തിൽ ഇത്ര അക്ഷരങ്ങളാണുള്ളത് എന്ന സൂചനയാണ് പദപ്രശ്നത്തിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് നടന്നിട്ടുള്ള പരീക്ഷയിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇത് പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരെണ്ണത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ അടുത്ത ഉത്തരത്തിലെ ഏതാനും ചില അക്ഷരങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അങ്ങനെയും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നല്ലതുപോലെ ചിന്തിക്കുക, ചിന്തിച്ച് ആസ്വദിച്ച് ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ മലയാളം HSA പഠനം ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പഠനം രസകരമാക്കാം, രസിച്ചു പഠിക്കാം. അപ്പൊ ഇതിന്റെ ഉത്തരവുമായി ഞാൻ അടുത്ത സെഷനിൽ വരും. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.